Hello friends, എല്ലാവർക്കും ശ്രുതിസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ് കേട്ടോ. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതിന്റെ ബേസ് മുതലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസിന്റെയും ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും ആ ക്ലാസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി എന്താ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പറഞ്ഞിട്ടുള്ള കാര്യം, അതാണ് ഡയറക്റ്റ് സ്പീച്ച്. ഇനി അയാൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം നമ്മൾ വേറൊരാളോട് പറയുമ്പോൾ അതെന്തായിട്ട് മാറും? അതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് കേട്ടോ. ഒരാൾ പറഞ്ഞിട്ടുള്ള കാര്യം ഡയറക്റ്റ് സ്പീച്ച്, അത് വേറൊരാളോട് പറയുമ്പോൾ അതെന്തായിട്ട് മാറും? അത് ഇൻഡയറക്റ്റ് സ്പീച്ചായിട്ട് മാറും. അങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ചിനകത്ത് നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തേണ്ടി വരും. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞേക്കട്ടെ. നമ്മൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് പഠിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, എന്താ? ടെൻസിനകത്ത് മാറ്റം വരില്ല അല്ലേ? ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കുമ്പോൾ ടെൻസിനകത്ത് മാറ്റം വരുന്നില്ല. പക്ഷേ ഡയറക്റ്റിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കി മാറ്റുമ്പോൾ ടെൻസിൽ മാറ്റം വരും. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കുക. ആയി തന്നെ ഡയറക്റ്റ് സ്പീച്ചിൽ സിമ്പിൾ പ്രസനൻസിലാണെങ്കിൽ, ഡയറക്റ്റ് സ്പീച്ച് സിമ്പിൾ പ്രസനൻസിലാണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുമ്പോൾ എന്തായിട്ട് മാറും? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറും. ഓക്കെ. പിന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്തായിട്ട് മാറും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് മാറും. പ്രസൻറ്റ് പെർഫെക്റ്റ്, ഡയറക്റ്റ് സ്പീച്ച് പ്രസൻറ്റ് പെർഫെക്റ്റിലാണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്തായിട്ട് മാറും? പാസ്റ്റ്. പ്രസൻ്റ് ഒക്കെ പാസ്റ്റ് ആയിട്ട് മാറുമെന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഇനി ഇവിടെ നോക്കിയാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് മാറും. ഓക്കെ. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് മാറും. പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് മാറും. ഇനി നമുക്ക് ഓരോ എക്സാമ്പിൾസ് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ദ ബോയ് സെഡ് ഐ വോണ്ട് എ സൈക്കിൾ. ബോയ് പറഞ്ഞു എനിക്കൊരു സൈക്കിൾ വേണം. ഇവിടെ ശ്രദ്ധിച്ചോ, അത് ഡബിൾ കോഡ്സിലാണ്. എനിക്കൊരു സൈക്കിൾ വേണം. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരണേന്ന് നോക്കാം. ദ ബോയ് സെഡ് അതേപോലെ തന്നെ എഴുതി കേട്ടോ, ദ ബോയ് സെഡ്. ഇനി ഇവിടെ ശ്രദ്ധിക്കണേ, ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കീവേഡ് വരും നമ്മുടെ ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിനകത്ത്. ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കീവേഡ് വരും. അപ്പോൾ ദാറ്റ് എഴുതി. പിന്നെ ഐ വോണ്ട്, ഐ എന്നാണോ നമ്മൾ കൊടുക്കുക? അല്ല, അവന് ഒരു സൈക്കിൾ വേണം എന്ന് അവൻ പറഞ്ഞു അല്ലേ? അവന് വേണം. അപ്പോൾ ഐന്ന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അവന്, ദ ബോയ് ആണ്. അപ്പം ഞാനിവിടെ ഐ മാറ്റിയിട്ട് എന്തെഴുതി? ഹീ എന്ന് എഴുതി. ഹീ. പിന്നെ നമ്മൾ ക്രിയ നോക്കുകയാണ്, വാണ്ട്. നമ്മളിപ്പോൾ എന്താ പറഞ്ഞേ? സിമ്പിൾ പ്രസൻസിലാണ് നമ്മുടെ ക്രിയയെങ്കിൽ അത് എന്തായിട്ട് മാറും? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറും. അപ്പോൾ വാണ്ടിൻ്റെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്താ? ഒരു ഇടി കൂട്ടിയിട്ട് അങ്ങോട്ട് പറയാം അല്ലേ? വാണ്ടഡ്. അപ്പോൾ ഹീ വാണ്ടഡ്. പിന്നെ എ സൈക്കിൾ അതേപോലെ തന്നെ എഴുതി, എ സൈക്കിൾ. ദ ബോയ് സെഡ് ദാറ്റ് ഹീ വാണ്ടഡ് എ സൈക്കിൾ. കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റീണു സെഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ ജെറി. ഓക്കെ. ഇതിന് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കാൻ പോകാനാണ് കേട്ടോ. ശ്രദ്ധിച്ചോണേ. റീണു സെഡ് അതേപോലെ തന്നെ എഴുതി വെച്ചു. എന്നിട്ട് എന്ത് ചേർക്കണം? ദാറ്റ് എന്നുള്ള വേർഡ് നമ്മൾ ചേർക്കും അല്ല, നമ്മൾ പറഞ്ഞാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ദാറ്റ് ചേർക്കും. അപ്പോൾ ദാറ്റ് എഴുതി. എന്നിട്ട് ഐ ആം വെയിറ്റിംഗ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അവളാണ് വെയിറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഐ മാറ്റിയിട്ട് എന്താവും? റേണു ആണ്. അപ്പോൾ റേണു എന്ന് പറയുമ്പോൾ ഷീ ആയിട്ട് വരും. അപ്പോൾ ഷീ എന്ന് എഴുതി. പിന്നെ ആം വെയിറ്റിംഗ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്തായിട്ടാണ് മാറുക? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് മാറും. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരാൻ ചാൻസ്? വാസ് വെയിറ്റിംഗ് അല്ലെങ്കിൽ വേർ വെയിറ്റിംഗ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ ഷീ സിംഗുലർ ആണെങ്കിൽ ഇവിടെ എന്താ എഴുതുക? വാസ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞ് എഴുതി അല്ലേ? അപ്പോൾ റേണു സെഡ് ദാറ്റ് ഷീ വാസ് വെയിറ്റിംഗ് ഫോർ ജെറി. കിട്ടിയോ? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്തായിട്ട് മാറി? കണ്ടോ? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് മാറി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗീതു സെഡ് ടു മീ ഐ ഹാവ് ഫിനിഷ് മൈ വർക്ക്. അപ്പോൾ ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്ത് മാറ്റാണ് വരുന്നത്? ഇവിടെ നോക്കുക. ഗീതു എഴുതി. സെഡ് ടു മീ. നമുക്ക് ടോൾ ടു മീ എന്ന് എഴുതാൻ പറ്റില്ല കേട്ടോ. കാരണം ടോൾഡിന് ശേഷം എപ്പോഴും ഒരു ഒബ്ജക്റ്റ് വരണം. അപ്പോൾ അതിനിടയിൽ ഒരു ടു ഒന്നും ചേർക്കാൻ പറ്റില്ല. അപ്പോൾ സെഡ് ടു എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ എന്ത് എഴുതണം? അവിടെ ടോൾഡ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ സെഡ് ടുവിന് പകരം ടോൾഡ് എഴുതി. എന്നിട്ട് എന്ത് ചേർത്തു? മീ എഴുതി. ഓക്കെ. അതിന് ശേഷം വേണം ദാറ്റ് ചേർക്കാൻ. ക്ലിയർ അല്ലേ? അല്ലാണ്ട് ടോൾഡ് ടു മീ ദാറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ ഗീതു ടോൾഡ് മീ ദാറ്റ്. പിന്നെ ഐ ഹാവ് ഫിനിഷ് മൈ വർക്ക്. ഐ എന്ന് പറഞ്ഞാൽ ആരാ? ഗീതു ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചേർക്കണം? ഷീ എന്ന് ചേർക്കണം. അല്ലാണ്ട് ഐ എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഗീതു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യല്ലേ. അപ്പോൾ അവൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാം. അപ്പോൾ ഇവിടെ ഷീ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി ഹാവ് ഫിനിഷ്ഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാ അല്ലേ? ഹാസ് പ്ലസ് V3 ഫോം അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ഫോം എന്ന് പറഞ്ഞാൽ ഇത് V3 ഫോമാണ്. ഓക്കെ. അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ്. അപ്പോൾ അതെന്തായിട്ട് മാറും? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് മാറും. അപ്പോൾ എന്ത് ചേർക്കണം? ഹാവോ ഹാസോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാഡ് പ്ലസ് V3 ഫോം ആക്കി അല്ലേ? അപ്പോൾ ഷീ ഹാഡ് ഫിനിഷ്ഡ് ഹർ വർക്ക്. കിട്ടിയോ?
അടുത്ത എക്സാമ്പിൾ നോക്കാം. ഷീ സെഡ് ഐ ഹാവ് ബീൻ റീഡിങ് ഫോർ അവേഴ്സ്. ഷീ സെഡ് ഐ ഹാവ് ബീൻ റീഡിങ് ഫോർ അവേഴ്സ്. അപ്പോൾ ഇവിടെ എന്താ പറ്റുക? ഷീ സെഡ് എഴുതി, അതേപോലെ തന്നെ എഴുതി, പിന്നെ എന്ത് ഇടണം? ദാറ്റ് എന്നുള്ള കീവേഡ് എഴുതി. ഐ ഹാവ് ബീൻ റീഡിങ്, കണ്ടോ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാ. ഹാവ് ബീൻ റീഡിങ്. അപ്പോൾ ഐന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, അവളാണ്. അപ്പോൾ എന്ത് എഴുതണം? ഷീന്ന് എഴുതണം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഹാസോ ഹാവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചേർക്കുക? ഹാഡ് ചേർക്കുക, പിന്നെ ബീൻ, പിന്നെ വെർബിൻ്റെ ഒപ്പം ING, പിന്നെ 4 hours. കണ്ടോ? ഷീ ഹാഡ് ബീൻ, വെർബിൻ്റെ ഒപ്പം ING, 4 hours. ഇതെല്ലാം നമ്മൾ ടെൻസിൻ്റെ ക്ലാസ്സിൽ കറക്റ്റായിട്ട് പഠിപ്പിച്ച കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതേപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അതെന്തായിട്ട് മാറും? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് മാറും. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്തായിട്ട് മാറും? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. നമ്മൾ ടെൻസ് പഠിച്ചപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ, ഇപ്പോൾ ഒരു സെൻറ്റൻസിനകത്ത് 2 ഭാഗങ്ങളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും മുമ്പ് നടക്കുന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനകത്തും രണ്ടാമത് നടക്കുന്ന കാര്യം സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അത്ര ഓർത്താൽ മതി. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുമ്പോൾ അതിനേക്കാളും മുമ്പത്തെ ഫോമായിട്ട് മാറും. ഏതാ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് മാറും. എക്സാമ്പിൾ നോക്കാം. രാജു സെഡ് ഐ എയ്റ്റ് ആൻ ആപ്പിൾ. രാജു സെഡ് ഐ എയ്റ്റ് ആൻ ആപ്പിൾ. 8 കണ്ടോ? V2 ഫോമാ. ഈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരിക? രാജു സെഡ്, പിന്നെ നമ്മൾ എന്ത് ചേർക്കും? ദാറ്റ് ചേർക്കും. പിന്നെ ഐ പറ്റുമോ? ഇല്ല, അവനാണ് അല്ലേ. അപ്പോൾ ഹീന്ന് എഴുതി. പിന്നെ ഇത് V2 ഫോമാണ് 8. അതെന്തായിട്ടാണ് മാറുക? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ എന്ത് ഉണ്ടാവണം? ഹാഡ് ഉണ്ടാവണം. പിന്നെ V3 ഫോം. ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. V3 ഫോം എന്ന് പറഞ്ഞാൽ ഈറ്റൻ ആണ്. അപ്പോൾ ഹീ ഹാഡ് ഈറ്റൻ ആൻ ആപ്പിൾ. കിട്ടിയല്ലോ. അടുത്തത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് എന്താ മാറ്റം വരിക? അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് മാറും. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ശ്രദ്ധിച്ചോണേ. വീണ സെഡ് ഐ വാസ് റീഡിങ് എ നോവൽ. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതും? വീണ സെഡ്, ഒരു ദാറ്റ് ചേർത്തു. പിന്നെ ഐ ആണോ? അല്ല, വീണയാണ് അല്ലേ. അപ്പോൾ ഷീന്ന് എഴുതി. പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് മാറും. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കണ്ടോ? വാസ് റീഡിങ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ. അതെന്തായിട്ടാണ് മാറുക? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ വാസ് റീഡിങ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഹാഡ് ഉണ്ടാവും, ബീൻ ഉണ്ടാവും, വെർബിൻ്റെ ഒപ്പം ING ഉണ്ടാവും. ഹാഡ് ബീൻ റീഡിങ് എ നോവൽ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ജസ്റ്റ് പഠിച്ചു വെക്കുക കേട്ടോ. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആവും. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആവും. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് എന്താവും? ഇത് രണ്ടും ശ്രദ്ധിക്കണേ. പാസ്റ്റ് പെർഫെക്റ്റും അതുപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിന് രണ്ടിനും മാറ്റമൊന്നുമില്ല കേട്ടോ. ഇതിന് രണ്ടിനും മാറ്റമില്ല. അപ്പോൾ ഏതിനൊക്കെയാണ് മാറ്റം വരാത്ത? പാസ്റ്റ് പെർഫെക്റ്റിനകത്തും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനകത്തും മാറ്റില്ല. മാറ്റില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ടെൻസിന് മാറ്റില്ല എന്നാണ് കേട്ടോ. നോക്കുക. രാമു സെഡ് ഐ ഹാഡ് സീൻ ഹിം. രാമു സെഡ് ഐ ഹാഡ് സീൻ ഹിം. കണ്ടോ? ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസാണ്. എങ്ങനെ മനസ്സിലായി? ഹാഡ് ഉണ്ട്, V3 ഫോം ഉണ്ട്. ഇതിനെന്താ മാറ്റം വരാൻ പോണെന്ന് നോക്കിക്കോളൂ. രാമു സെഡ് അതേപോലെ തന്നെ എഴുതി. പിന്നെ ദാറ്റ് നമ്മൾ ചേർക്കും. ഐ ആണോ? അല്ല, രാമു ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരും കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ടെൻസിന് മാറ്റില്ല എന്നാണ്. അപ്പോൾ ഐ എന്നുള്ളത് ഹീ ആയിട്ട് തന്നെ എഴുതുക. എന്നിട്ട് ഹാഡ് സീൻ ആയിട്ട് തന്നെ എഴുതുക കേട്ടോ. ഹാഡ് സീൻ ആയിട്ട് എഴുതുക. ഹിം എഴുതി. കിട്ടിയോ? അപ്പോൾ ടെൻസിന് മാറ്റില്ല, പക്ഷെ അല്ലാതെയുള്ള നമ്മുടെ ഐ, ഹീ ആവും. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അമൽ സെഡ് ഐ ഹാഡ് ബീൻ വാച്ചിങ് എ ഫിലിം. ഐ ഹാഡ് ബീൻ കണ്ടോ? ഹാഡ് പാസ്റ്റ് ആണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഹാഡ് ബീൻ, പിന്നെ വെർബിൻ്റെ ഒപ്പം ING കൂട്ടുക അല്ലേ. അമൽ സെഡ് ഐ ഹാഡ് ബീൻ വാച്ചിങ് എ ഫിലിം. അപ്പോൾ അതിലെന്താ വ്യത്യാസം വരണേ നമുക്ക് നോക്കാം. അമൽ സെഡ് ദാറ്റ്. അത്ര ഓക്കെ ആണല്ലോ. പിന്നെ ഐ ആണോ? അല്ല, അവനാണ്. അപ്പോൾ ഹീ എഴുതി. പിന്നെ എന്താ എഴുതുക? ഇതേപോലെ തന്നെ എഴുതി വയ്ക്കുക അല്ല. ഇതിൽ മാറ്റമൊന്നുമില്ല, ടെൻസിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഹീ ഹാഡ് ബീൻ വാച്ചിങ് അതേപോലെ തന്നെ എഴുതി എ ഫിലിം. കിട്ടിയോ? അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതിനകത്ത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാതും പാസ്റ്റാണ് വന്നേക്കുന്നത് അല്ലേ. പ്രസൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇതിനകത്ത് ഇല്ല. കണ്ടോ? പാസ്റ്റാണ്. സിമ്പിൾ പ്രസൻറ്റ് പാസ്റ്റായിട്ട് മാറും. പാസ്റ്റാണ്, ഇതും പാസ്റ്റാണ്, ഇതെല്ലാം പാസ്റ്റാണ് അല്ലേ. ഇൻഡയറക്റ്റ് സ്പീച്ചിൽ കിടക്കുന്ന എല്ലാതും പാസ്റ്റാണ്. പിന്നെ ഈ പാസ്റ്റ് പെർഫെക്റ്റിനകത്തും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനകത്തും മാറ്റമൊന്നും ഇല്ലയെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പം ഡയറക്റ്റ് സ്പീച്ചിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ കൊടുത്തു എന്ന് വിചാരിച്ചോ. അതിൽ 3 ഓപ്ഷൻസും പ്രസൻറ്റ് ടെൻസിലാണെന്ന് വിചാരിച്ചോ. ഒറ്റയടിക്ക് നമുക്കതെടുത്ത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ് ക്ലിയർ ആയോ? കാരണം ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമുക്ക് പ്രസൻറ്റ് ടെൻസ് വരുന്നില്ല എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ വരുന്ന ടെൻസിനകത്തുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് കുറച്ച് എക്സെപ്ഷൻ കാര്യങ്ങളും കൂടെ പഠിക്കാം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ. ഇവിടെ ശ്രദ്ധിച്ചേ. ഹീ സെയ്സ് ഐ ആം സോറി. ഹീ സെയ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇത്ര നേരം പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ?
സെഡ്, വീണ സെഡ്, രാജു സെഡ്, രാമു സെഡ്, അമൽ സെഡ്, ബോയ് സെഡ്. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ സെഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ എങ്ങനെയാണ് പറഞ്ഞിട്ടില്ല, ഇവിടെ ഹീ സെയ്സാ. അതായത് റിപ്പോർട്ടിംഗ് വെർബ് പ്രസൻറ്റ് ടെൻസിലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലോ ആണെങ്കിൽ, റിപ്പോർട്ടിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു പോർഷൻ, ഈ ഒരു പോർഷൻ സ്റ്റാർട്ടിംഗ് പോർഷൻ കേട്ടോ, ഡബിൾ കോഡ്സ് അല്ല, അല്ലാത്തുള്ള പോർഷൻ. അപ്പോൾ അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഡബിൾ കോഡ്സിൽ കൊടുക്കുന്ന പോർഷൻ, ഡയറക്റ്റ് സ്പീച്ചിനകത്ത് ഡബിൾ കോഡ്സിൽ കൊടുക്കുന്ന പോർഷൻ, അതിനെയാണ് നമ്മൾ സ്പീച്ച് പാർട്ട് എന്ന് പറയാം. എന്താ പറയുക? സ്പീച്ച് പാർട്ട് എന്ന് പറയാം. അപ്പോൾ ഈ സ്പീച്ച് പാർട്ട് അതിനകത്ത് ടെൻസ് മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് അടുത്ത റൂള്. കിട്ടിയോ? അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്ത് വ്യത്യാസം വരണേ നോക്കാം കേട്ടോ. ഹീ സെയ്സ് അതുപോലെ തന്നെ എഴുതി, പിന്നെ എന്ത് ചേർക്കണം? ദാറ്റ് ചേർക്കണം. പിന്നെ ഐ ആം സോറി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അവനാണ് സോറി പറഞ്ഞല്ലേ, അപ്പോൾ ഹീ എന്ന് കൂട്ടിയിട്ട് പറയണം. ഹീ ഇസ് സോറി. ഇസ് സോറി ടെൻസിന് മാറ്റം വരുന്നില്ല അല്ലേ. ഐ ആം സോറിക്ക് പകരം ഹീ ഇസ് സോറി എന്നാക്കി. ഹീ സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഇസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ആർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹീ ഇസ് സോറി എന്ന് പറഞ്ഞ് കൊടുക്കണം. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ എഴുതാൻ കാര്യം? കാരണം ഈ റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പ്രസൻറ്റൻസ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു പോയിന്റ് പഠിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ യൂണിവേഴ്സൽ ട്രൂത്തും ജനറൽ ട്രൂത്തൊക്കെ വരില്ലേ, അങ്ങനെയുള്ള കേസുകൾ വരുമ്പോഴും നമ്മൾ ടെൻസ് മാറ്റാൻ പാടില്ല. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ ടീച്ചർ സെഡ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. ടീച്ചർ സെഡാണ്, അങ്ങനെയാണെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ടെൻസ് മാറ്റാൻ പാടില്ല. എപ്പോഴാ? ഇതൊരു ജനറൽ ട്രൂത്ത് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണെങ്കിൽ ടെൻസ് മാറ്റി പറയാൻ പാടില്ല. നമുക്ക് നോക്കാം. ദ ടീച്ചർ സെഡിന് ശേഷം ദാറ്റ് ചേർത്തു. എന്നിട്ട് എന്ത് പറയാം? ഇത് അതേപോലെ തന്നെ പറയാം, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. കാരണം എപ്പോഴും സൺ ഈസ്റ്റിൽ തന്നെയാണല്ലോ റൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മാറ്റമൊന്നും വരുത്തണ്ട കേട്ടോ. അപ്പോൾ ടീച്ചർ സെഡ് ദാറ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇനി അതേപോലെ തന്നെ ഡയറക്റ്റ് സ്പീച്ചിനകത്ത് ദിസ് എന്നുള്ളത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആകുമ്പോൾ ദാറ്റ് ആയിട്ട് മാറും, ദീസ് എന്നുള്ളത് ദോസ് ആയിട്ട് മാറും, ഹിയർ എന്നുള്ളത് ദർ ആവും, ഹിയർ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ദർ ആഫ്റ്റർ ആവും. അപ്പോൾ ഇതൊന്നും കേട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇതെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്ത് നമ്മുടെ മൈൻഡിലേക്ക് വന്നോളൂ കേട്ടോ. എഗോ എന്നുള്ളത് ബിഫോർ ആവും, നൗ എന്നുള്ളത് ദെൻ ആവും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഞാൻ ടെലഗ്രാമിൽ ഇതിൻ്റെ നോട്ട്സ് കൊടുക്കാം. അപ്പോൾ അതെന്തായാലും പഠിക്കുക. ജസ്റ്റ് 1-2 പ്രാവശ്യം ഒന്ന് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ, ഇതൊക്കെ നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ ആവും, ടുമാറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ദ ഫോളോയിങ് ഡേ, ഇങ്ങനെയൊക്കെ ആവും. ഇങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് കേസ് നോക്കിക്കോ. രവി സെഡ് ഐ റോട്ട് എ ലെറ്റർ യെസ്റ്റർഡേ, ഡബിൾ കോഡ്സിലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ രവി സെഡ് അതേപോലെ തന്നെ എഴുതി, എന്നിട്ട് എന്ത് ചേർക്കണം? ദാറ്റ് ചേർക്കണം. ഐ എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, രവിയാണ്, അപ്പോൾ ഹീ എന്ന് ചേർത്തു. ഇത് ഏത് ഫോമാ? റോട്ട് എന്ന് പറയുന്നത് V2 ഫോമാ, സിമ്പിൾ പാസ്റ്റ് ടെൻസാ അല്ലേ. റൈറ്റ്, റോട്ട്, റിട്ടൺ. അപ്പോൾ ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസാ. അപ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്തായിട്ട് മാറും? സിമ്പിൾ പാസ്റ്റ് ടെൻസിനേക്കാളും മുമ്പുള്ളത് ഏതാ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് മാറും. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വേണം? ഹാഡ് വേണം, V3 ഫോം ഓഫ് ദി വെർബും വേണം. റൈറ്റിൻ്റെ V3 ഫോം എന്ന് പറഞ്ഞാൽ റിട്ടൺ. അപ്പോൾ ഹീ ഹാഡ് റിട്ടൺ എ ലെറ്റർ അതേപോലെ തന്നെ എഴുതി. പിന്നെ യെസ്റ്റർഡേ എന്ന് പറയുമ്പോണ്ടല്ലോ, അത് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ പറയുമ്പോൾ അത് പ്രീവിയസ് ഡേ എന്ന് കൊടുക്കണം കേട്ടോ. എന്ത് കൊടുക്കണം? പ്രീവിയസ് ഡേ. അടുത്ത ചോദ്യം നോക്കാം. രാഹുൽ സെഡ് ഐ വിൽ കം ഹിയർ ടുമാറോ. രാഹുൽ സെഡ് ഐ വിൽ കം ഹിയർ ടുമാറോ. എങ്ങനെ എഴുതുക? രാഹുൽ സെഡ് എഴുതി, ദാറ്റ് ചേർത്തു. ഐ ആണോ? അല്ല, രാഹുലാണ്, അവനാണ് അല്ലേ. അപ്പോൾ ഹീ ചേർത്തു. പിന്നെ വില്ല് എന്നുള്ളത് എന്തായിട്ട് മാറും? പാസ്റ്റ് ആയിട്ട് മാറും. വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ? വുഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഹീ വുഡ് കം അല്ല, അവൻ പോവും എന്നാ പറയാം അല്ലേ. അവൻ പോവും, നാളെ അവൻ പോവും എന്നാ പറയാം. അപ്പോൾ കമ്മല്ല, ഗോ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഹീ വുഡ് ഗോ. ഹിയർ ആണോ? അല്ല, ദേർ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ആ ടേബിൾ ആട്ടോ നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ ഹിയർ എന്നുള്ളത് എന്തായിട്ട് വരും? ദേർ ആയിട്ട് മാറും. നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിയാവും കേട്ടോ, ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ രാഹുൽ സെഡ് ദാറ്റ്, ഐ അല്ല, അവനാണ്, അപ്പോൾ ഹീന്ന് എഴുതി. വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് എഴുതി, വുഡ് എഴുതി. കമ്മല്ല, പോവും എന്നാണ്, അപ്പോൾ ഗോ എന്ന് എഴുതി. ഹിയർ അല്ല, അവിടേക്ക് പോവും അല്ലേ, അപ്പോൾ ദേർ എന്ന് കൊടുത്തു. പിന്നെ ടുമാറോ എന്നുള്ളത് എന്തായിട്ട് മാറണം? ദ നെക്സ്റ്റ് ഡേ ആയിട്ട് മാറണം അല്ലേ. ടുമാറോ എന്നുള്ളത് നമ്മൾ പറഞ്ഞില്ലേ, ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഫോളോയിങ് ഡേ ആയിട്ടൊക്കെ മാറും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഓരോന്ന് ക്വസ്റ്റ്യൻസ് കൊടുക്കുക, അതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് എഴുതുക. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം, പക്ഷേ നമുക്ക് എക്സാമിന് 4 ഓപ്ഷൻസ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ഇതേപോലെ അല്ലല്ലോ അവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ലാസ്റ്റ് വർക്കൗട്ട് ചെയ്യാം. അടുത്ത് നമുക്ക് ഇംപെരേറ്റീവ് സെൻറ്റൻസ് നോക്കാം. ഇംപെരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു കമാൻഡിനൊക്കെയാണ് നമ്മൾ ഇംപെരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ഈ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ഒരു ഇംപെരേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ഒരു ടു കൂട്ടിയിട്ട് പറയാം കേട്ടോ. എന്ത് പറയാം? ഒരു ടു കൂട്ടിയിട്ട് പറയാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ക്ലോസ് ദി ഡോർ.
ഓക്കെ, ക്ലോസ് ദി ഡോർ ദ ഡോക്ടർ സെഡ് ടു ദി നേഴ്സ്. ക്ലോസ് ദി ഡോർ. ക്ലോസ് ദി ഡോർ എന്ന് പറയുമ്പോൾ ഒരു ഓർഡർ പോലെയൊക്കെ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം കേട്ടോ. ക്ലോസ് ദി ഡോർ. അപ്പോൾ എങ്ങനെയാണ് പറയുക? ദ ഡോക്ടർ വാണ്ടഡ് ദി നേഴ്സ്. ദ ഡോക്ടർ വാണ്ടഡ്. ഇപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഓപ്ഷനിലുണ്ടാവും. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. ദ ഡോക്ടർ വാണ്ടഡ് ദി നേഴ്സ്. അപ്പോൾ അതുപോലെ തന്നെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ക്ലോസ് ദി ഡോറിന് മുമ്പ് എന്തുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞേ, ഒരു 2 കൂട്ടിയിട്ട് പറയാം. അപ്പോൾ ടു ക്ലോസ് ദി ഡോർ. എന്താണ്? ടു ക്ലോസ് ദി ഡോർ. കിട്ടിയോ? ക്ലോസ് ദി ഡോറിന് പകരം എന്ത് ചേർക്കുക? ടു ക്ലോസ് ദി ഡോർ ആയിട്ട് മാറും. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹീ സെഡ് ടു ഹെർ പ്ലീസ് വെയിറ്റ് ഹിയർ ടിൽ ഐ റിട്ടേൺ. അപ്പോൾ ഈ പ്ലീസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇംപരേറ്റീവ് സെൻറ്റൻസ് ആണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതുക? ഹീ റിക്വസ്റ്റഡ് എന്ന് കൊടുത്തു കേട്ടോ. ഈ പ്ലീസ് കണ്ടപ്പോൾ ഞാനിവിടെ റിക്വസ്റ്റഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഹീ റിക്വസ്റ്റഡ് ഹെർ. എന്നിട്ട് എന്താ വരണ്ടേ? വെയിറ്റ് ഹിയർ എന്നല്ലേ. അപ്പോൾ ഈ വെയിറ്റിന് മുമ്പ് നമ്മൾ എന്ത് ചേർക്കണം? ഇപ്പോൾ പറഞ്ഞാൽ നമ്മുടെ ടു ചേർക്കുക. ടു വെയിറ്റ്. എന്നിട്ട് ഹിയർ ആണോ? ഇവിടെ വെയിറ്റ് ചെയ്യാനാണോ? അല്ല. അപ്പോൾ ഹീ റിക്വസ്റ്റഡ് ടു വെയിറ്റ് ദർ എന്നാക്കണം. ഹിയർ എന്നുള്ളത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കി മാറ്റുമ്പോൾ എന്തായിട്ട് വരും? ദർ എന്നുള്ളത് നമ്മൾ പഠിച്ചു. നമ്മൾ നേരത്തെ ഒരു ഇത് കാണിച്ചില്ലേ? ഇത് കണ്ടോ? ഹിയർ എന്നുള്ളത് ദെയർ ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ഹിയർ എന്നുള്ളത് ദെയർ ആക്കി മാറ്റി. ദെയർ ടിൽ അതേപോലെ തന്നെ എഴുതി. പിന്നെ ഐ ആണോ? അല്ല, അവനാണ്. അവൻ റിട്ടേൺ ചെയ്യല്ലേ. അപ്പോൾ ഹീ ആയിട്ട് എഴുതി. പിന്നെ ഈ രണ്ടാമത്തെ ക്രിയ ഉണ്ടല്ലോ, അതിനെ നമ്മൾ മാറ്റണം. ഇത് V1 ഫോം ആണെങ്കിൽ അതിനെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ തന്നെ ആക്കി പറയണം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു 2 ചേർത്ത് പറയാൻ പറഞ്ഞത്. ബാക്കി വരുന്ന ഭാഗത്തിൽ നമ്മൾ ടെൻസ് മാറ്റുക തന്നെ ചെയ്യണം. അപ്പോൾ ഹീ സെഡ് ടു ഹെർ പ്ലീസ് വെയിറ്റ് ഹിയർ ടിൽ ഐ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഹീ റിക്വസ്റ്റഡ് ഹെർ എന്നിട്ട് 2 കൂട്ടിയിട്ട് പറയാം. എങ്ങനെ പറയണം? ടു വെയിറ്റ്. ഹിയർ എന്നുള്ളത് ദെയർ ആയിട്ട് മാറും. ടിൽ അതേപോലെ തന്നെ എഴുതി. ഐ എന്നുള്ളത് എന്തായിട്ട് മാറും? അവനാണ് റിട്ടേൺ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഹീ എന്ന് എഴുതി. ഇത് സിമ്പിൾ പ്രസൻസ് ആണെങ്കിൽ അതെന്തായിട്ട് മാറും? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറും അല്ലേ. അപ്പോൾ റിട്ടേൺഡ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇത് PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ പലരും വരുത്തുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭാഗമൊക്കെ കറക്റ്റായിട്ട് എഴുതും. നിങ്ങൾക്ക് ഇമ്പറേറ്റീവ് ആണോ 2 ചേർക്കണം എന്നറിയാം. അപ്പോൾ ടു വെയിറ്റ് ദെയർ ടിൽ ഹീ വരെ നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് റിട്ടേൺ എന്നുള്ള ഓപ്ഷനിൽ തന്നെ പലരും കൊണ്ടുപോയിട്ട് കുത്തി. അപ്പോൾ ശ്രദ്ധിക്കണം, റിട്ടേൺ എന്നുള്ളത് റിട്ടേൺഡ് ആയിട്ട് മാറും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമുക്ക് അടുത്ത ചോദ്യം ഇതേപോലെ നോക്കാം. ദ ടീച്ചർ സെഡ് ടു ദ സ്റ്റുഡൻസ് വർക്ക് ഹാർഡ്. സിമ്പിൾ അല്ലേ? വർക്ക് ഹാർഡ്. അപ്പോൾ എന്ത് ചേർക്കണം? ടു വർക്ക് ഹാർഡ് ആക്കുക. ദ ടീച്ചർ അഡ്വൈസ് ദ സ്റ്റുഡൻസ് ടു വർക്ക് ഹാർഡ്. ഓക്കെ, അടുത്തത് ഹീ സെഡ് ടു മീ ലെറ്റ് മീ ഗോ. ഓക്കെ, ഹീ സെഡ് ടു മീ ലെറ്റ് മീ ഗോ. അപ്പോൾ എങ്ങനെ എഴുതുക? ഹീ റിക്വസ്റ്റഡ് മീ. എന്നിട്ട് എന്ത് ചേർക്കണം? ടു കൂട്ടിയിട്ട് പറയാം. ടു ലെറ്റ് മീ ആണോ? അല്ല, അവനെ വിടാനാണ് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ മീ മാറ്റിയിട്ട് ഹിം ആക്കുക അല്ലേ. ടു ലെറ്റ് ഹിം ഗോ. അപ്പോൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസിൽ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? ഇമ്പരേറ്റീവ് സെൻറ്റൻസ് പറഞ്ഞാൽ റിക്വസ്റ്റ് അല്ലെങ്കിൽ കമാൻഡ് ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ കൊടുത്തിട്ടുള്ള നമ്മുടെ ക്വസ്റ്റിന് മുമ്പിൽ ഒരു 2 ചേർത്ത് പറയാം അല്ലേ. അപ്പോൾ ടു ക്ലോസ് ദി ഡോർ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ടു ക്ലോസ് ദി ഡോർ. വർക്ക് ഹാർഡ് എന്നുള്ളത് ടു വർക്ക് ഹാർഡ്. ലെറ്റ് മീ ഗോ എന്ന് പറഞ്ഞാൽ ലെറ്റിന് മുമ്പ് എന്ത് ചേർക്കണം? 2 കൂട്ടിയിട്ട് പറയാം. പിന്നെ ബാക്കിയുള്ള നമ്മുടെ മീനിങ് വൈസ് കറക്റ്റ് ആക്കുന്ന രീതിയിൽ നിങ്ങൾ ബാക്കിയുള്ള മാറ്റങ്ങളും കൂടെ വരുത്താം. അതേപോലെ തന്നെ രണ്ടാമത്തെ ക്രിയയ്ക്ക് എന്തായാലും മാറ്റം വരും എന്നുള്ളതും കൂടെ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത് നമുക്ക് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് നോക്കാം കേട്ടോ. ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ഫോം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഫോർമാറ്റ്? എങ്ങനെയായിരിക്കും? ഓക്സിലറി വെർബ് ആദ്യം വരണം, അതിനുശേഷം വേണം സബ്ജക്റ്റ് വരാൻ അല്ലേ. ഓക്സിലറി വെർബ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ്? എസ്, ആർ, ആം, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ വെച്ചിട്ടായിരിക്കണം നമ്മുടെ അത് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ ഓക്സിലറി വെർബ് വേണം, അതിനുശേഷം വേണം സബ്ജക്റ്റ് വരാൻ. ഓക്കെ, ഒരു എക്സാമ്പിൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആർ യു സ്റ്റഡിയിങ് അല്ലേ. നമ്മളിങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ ചോദിക്കുക? ആർ യു സ്റ്റഡിയിങ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ എന്ത് വെച്ച് തുടങ്ങി? ഓക്സിലറി വെർബ് വെച്ച് തുടങ്ങി, അതിന് ശേഷമാണ് സബ്ജക്റ്റ് വരിക. ഇനി ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചോ, യു ആർ സ്റ്റഡിയിങ്. യു ആർ സ്റ്റഡിയിങ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണോ അത്? അല്ല, അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ഫോമാണ് അല്ലേ. യു ആർ സ്റ്റഡിയിങ്, നീ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോമാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ അവിടെ എന്ത് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുക? സബ്ജക്റ്റ് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഇത് നേരെ ഇങ്ങോട്ട് വരും കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ഫോം ആണെങ്കിൽ സബ്ജക്റ്റ് ആദ്യം, അതിന് ശേഷമായിരിക്കും ഓക്സിലറി വരിക. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആദ്യം ഏതാ വരിക? ഓക്സിലറി ആദ്യം വരണം, അതിന് ശേഷം വേണം സബ്ജക്റ്റ് വരാൻ. ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അറിയാവുന്ന എക്സാമ്പിൾസ് വെച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആദ്യം ഓക്സിലറി വരണം, അതിന് ശേഷം വേണം സബ്ജക്റ്റ് വരാൻ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഇൻട്രോഗേറ്റീവിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. ഒന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും ഉണ്ട്, അതുപോലെ തന്നെ WH ക്വസ്റ്റ്യൻസും ഉണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഷീ സെഡ് ടു മീ ആർ യു റെഡി. ആർ യു റെഡി എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? നീ റെഡി ആണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയും. ഇതായിരിക്കും നമ്മുടെ ആൻസർ വരിക. അപ്പോൾ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ യെസ് ഓർ നോ വരുന്ന കേസുകളിൽ നമ്മൾ അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ചേർക്കേണ്ട വാക്കുകളുണ്ട്. ഒന്നല്ലെങ്കിൽ ഇഫ് ചേർക്കാം,
അല്ലെങ്കിൽ എന്ത് ചേർക്കാം, വെദർ ചേർക്കാം കേട്ടോ. ഒന്നല്ലെങ്കിൽ ഇഫ് ചേർക്കുക അല്ലെങ്കിൽ വെദർ ചേർക്കാം. ഇനി നോക്കിയേ, ഷീ സെഡ് ടു മീ, ഷീ ആസ്ക്ഡ് മീ, അതിന് നമ്മൾ എന്താക്കും, ഷീ ആസ്ക്ഡ് മീ. ഇനി ആർ യു റെഡി, അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ എന്ത് ചേർക്കണം, ഇഫ് അല്ലെങ്കിൽ വെദർ ചേർക്കുക. അത് ഏത് വേണമെങ്കിലും ചേർക്കുക കേട്ടോ. അപ്പോൾ വെദർ എഴുതി. ആർ യു റെഡി എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസാ, സിമ്പിൾ പ്രസൻറ്റൻസ് ആണ്. ആർ യു റെഡി സിമ്പിൾ പ്രസൻറ്റൻസാണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റൻസിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ഏത് ടെൻസായിട്ട് മാറും, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറും. അത്ര ഓക്കെയാണല്ലോ. സിമ്പിൾ പ്രസൻറ്റൻസ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറും. ഇനി ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഡയറക്റ്റ് സ്പീച്ച് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഓക്കെ, ഡയറക്റ്റ് സ്പീച്ച് ഒരു ക്വസ്റ്റ്യൻ രൂപത്തിലാണെങ്കിൽ, ക്വസ്റ്റ്യൻ രൂപമാണെന്ന് എനിക്ക് എങ്ങനെയാണ് മനസ്സിലായേ, കാരണം ഓക്സിലറി വെർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ, ഓക്സിലറി വെർബ് അതിന് ശേഷമാണ് സബ്ജക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ രൂപത്തിലാണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതിന് നമ്മൾ ക്വസ്റ്റ്യൻ രൂപത്തിൽ പറയില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങളത് പോയിട്ട് വേറൊരാളോട് പറയണ സമയത്ത് ക്വസ്റ്റ്യൻ രൂപത്തിലായിരിക്കുമോ നിങ്ങളത് അവതരിപ്പിക്കുക, അല്ല അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അവൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു എന്നൊക്കെയല്ലേ നമ്മൾ പറയാം. അപ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഒരിക്കലും ക്വസ്റ്റ്യൻ രൂപത്തിലായിരിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് രൂപത്തിലേക്ക് ആക്കണം, സ്റ്റേറ്റ്മെൻറ്റ് ഫോം ആക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ഫോം എന്ന് പറയുമ്പോൾ അവിടെ ആദ്യം ഏതാ വരിക, അവിടെ ആദ്യം വരണത് സബ്ജക്റ്റ് ആയിരിക്കണം, അതിന് ശേഷം വേണം ഓക്സിലറി വെർബ് വരാൻ. മനസ്സിലായോ? ആദ്യം എന്ത് വരണം, സബ്ജക്റ്റ്, അതിന് ശേഷം ഓക്സിലറി വെർബ്. ഇനി നോക്കിയേ, നമ്മളിവിടെ വെദർ വരെ എത്തി കേട്ടോ. ഇനി ആർ യു റെഡി എന്ന് പറയുമ്പോൾ ഇനി ആദ്യം ഏതാ വരേണ്ട, സബ്ജക്റ്റ് വരണം. അപ്പോൾ യു എന്ന് പറയുമ്പോൾ ഏതായിരിക്കണം വരിക, ഐ ആവണം അല്ലേ. യു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഐ ആയിട്ട് മാറും. അപ്പോൾ ഐ എഴുതി. പിന്നെ ആർ എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റൻസാണ്, അതിനെ നമ്മൾ പാസ്റ്റിലേക്ക് ആക്കുമ്പോൾ എങ്ങനെയാക്കണം, ഐയുടെ ശേഷം എന്താ വരിക, വാസ് ആണ് വരിക അല്ലേ. ഐ വാസ് റെഡി. ഐ വാസ് റെഡി എന്ന് പറയുമ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ഫോം അല്ല കേട്ടോ, ഇത് ഏത് ഫോമാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഫോമാണ്. വാസ് ഐ റെഡി എന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് ക്വസ്റ്റ്യൻ രൂപത്തിലാക്കാം. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താ, ഇതേപോലൊരു ക്വസ്റ്റ്യൻ രൂപത്തിലാണെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ഒരിക്കലും ക്വസ്റ്റ്യൻ രൂപത്തിലാക്കരുത്. ഏത് ഫോമിലേക്ക് ആക്കണം, സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലേക്ക് ആക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ഫോം എന്ന് പറയുമ്പോൾ അവിടെ ആദ്യം എന്താ വരണ്ടേ, സബ്ജക്റ്റ് വരണം, അതിന് ശേഷം വേണം എന്ത് വരാൻ, ഓക്സിലറി വെർബ് വരാൻ. കിട്ടിയോ? ഇനി അതേപോലെ തന്നെ WH ക്വസ്റ്റ്യൻസ് നോക്കാം. WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വാട്ട്, വൈ, ഹൂ, വിച്ച്, വേർ, ഹും, വെൻ എന്നൊക്കെ പറയുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് കേട്ടോ. നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡസ് ഹീ ഗോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, വൈ എന്നുള്ള കീവേഡിന് ശേഷം എന്താ വന്നേ, ഓക്സിലറി വെർബ് വന്നു അല്ലേ. ഓക്സിലറി വെർബിന് ശേഷം എന്താ വന്നേ, സബ്ജക്റ്റ് വന്നു. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ രൂപത്തിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടേ, അതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ അത് ഏത് ഫോം ആവണം, ക്വസ്റ്റ്യൻ ഫോം ആവാൻ പറ്റുമോ, ഇല്ല, അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ഫോം ആവണം. ഏത് രൂപമാവണം, സ്റ്റേറ്റ്മെൻറ്റ് ഫോം ആവണം. സ്റ്റേറ്റ്മെൻറ്റ് ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ആദ്യം വരണ്ടേ, സബ്ജക്റ്റ് വരണം, അതിന് ശേഷം വേണം ഓക്സിലറി വെർബ് വരാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ഫോം എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ആദ്യം വരണം, അതിന് ശേഷം വേണം ഓക്സിലറി വെർബ് വരാൻ. അപ്പോൾ വൈനെ ഞാൻ അതേപോലെ തന്നെ എഴുതി വെച്ചു. പിന്നെ ഇനി ഇതിനകത്ത് ആദ്യം എന്താ വരണ്ടേ, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഫോം ആക്കുമ്പോൾ സബ്ജക്റ്റ് വരണം. അപ്പോൾ ഇതിനകത്ത് സബ്ജക്റ്റ് ചെയ്താൽ വൈ ഡസ് ഹീ ഗോ. അപ്പോൾ ഹീനെ ഞാൻ ആദ്യം എഴുതി വയ്ക്കുക കേട്ടോ, ഹീനെ എഴുതി. അപ്പോൾ WH അതേപോലെ തന്നെ എഴുതുക, അതിന് ശേഷം സബ്ജക്റ്റ് എഴുതുക. ഇനി പറയണത് ശ്രദ്ധിക്കുക, ഇവിടെ എന്താ കൊടുത്തിട്ടില്ല, ഡസ് ഗോ. ഡസ് ഗോ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഡസ് ഗോ എന്ന് പറഞ്ഞാൽ ഗോസ് അല്ലേ, ഗോസ്, അതായത് സിമ്പിൾ പ്രസൻറ്റൻസാണ്. ഇതിനെ നമ്മൾ എന്താക്കി മാറ്റണം, സിമ്പിൾ പ്രസൻറ്റൻസിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറും അല്ലേ. ഇതിന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ടെൻസ് മാറും, സിമ്പിൾ പ്രസൻറ്റൻസ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറും. അപ്പോൾ വെൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതുക, വൈ ഹി വെൻ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. മനസ്സിലായോ? സബ്ജക്റ്റ് ആദ്യം വരുന്ന കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വൈ ഡിഡ് ഹീ ഗോ. വൈ ഡിഡ് ഹീ ഗോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ? അല്ല അല്ലേ. നമ്മൾ യെസ് ഓ നോ എന്ന് പറയുന്ന ഒരു ആൻസർ അല്ല ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഫോ വെദറൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നോക്കാം, വൈ അതേപോലെ തന്നെ എഴുതാം. റിപ്പോർട്ടഡ് ആണ് കേട്ടോ. വൈ അതേപോലെ തന്നെ എഴുതി. ഇതിനകത്തുള്ള സബ്ജക്റ്റ് ആരാ? ഹീ ആണ്. അത് ആദ്യം എഴുതി വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെൻറ്റ് ഫോം ആയിരിക്കണം. അപ്പോൾ സബ്ജക്റ്റ് ആദ്യം വരണം. ഹീ അങ്ങനെ തന്നെ എഴുതി. ഡിഡ് ഗോ. ഡിഡ് ഗോ എന്ന് പറയണത് എന്താ? ഡിഡ് ഗോ എന്ന് പറയുന്നതാണ് വെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഏത് ടെൻസിലേക്ക് മാറ്റണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റണം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഡ് പ്ലസ് V3 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഹാഡ് പ്ലസ് ഗോയുടെ V3 ഫോം, ഗോ, വെൻറ്റ്, ഗോൺ, തേർഡ് ഫോം കിട്ടി. അപ്പോൾ വൈ ഹീ ഹാഡ് ഗോൺ. മനസ്സിലായോ? അപ്പോൾ ഓപ്ഷനിൽ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, വൈ ഹാഡ് ഹീ ഗോൺ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തെറ്റിക്കരുത്. കാരണം ഈ WH വാക്കുകൾക്ക് ശേഷം ആദ്യം വരേണ്ടത് എന്താ? ഓക്സിലറി വെർബാണോ? അല്ല. ഏതാ വരണ്ടേ?
സബ്ജക്റ്റ് ആദ്യം വരണം. മനസ്സിലായോ? അപ്പോൾ വൈ ഹി ആദ്യം വന്നിട്ട് വേണം ഈ പറഞ്ഞിട്ടുള്ള ഓക്സിലറി വെർബ് വരാൻ. കിട്ടിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് പീവേഴ്സ് നോക്കാം കേട്ടോ. ആദ്യത്തെ ചോദ്യം, ടോം ആസ് ദ സ്ട്രേഞ്ചർ വേർ ഡിഡ് യു ഗോ. ഓക്കെ, ടോം ആസ് ദ സ്ട്രേഞ്ചർ വേർ ഡിഡ് യു ഗോ. അപ്പോൾ അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്താ വരിക? ടോം ആസ് ദി സ്ട്രേഞ്ചർ. വേർ എന്ത് ചെയ്യണം? വേർ അതേപോലെ തന്നെ എഴുതി വയ്ക്കുക അല്ലേ, വേർ. ഇനി എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ഈ WH വാക്കുകൾക്ക് ശേഷം എന്താ വരണ്ടേ? ഓക്സിലറി ആണോ? അല്ല. എന്ത് വരണം? സബ്ജക്റ്റ് വരണം. അതിന് ശേഷമേ ഓക്സിലറി വരാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ വേർ. ഓക്കെ, അപ്പോൾ നമ്മുടെ 4 കേസുകളിലും വേർ ഉണ്ട്. പിന്നെ സബ്ജക്റ്റ് വരണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഇതിനകത്ത് ഡു ആ വന്നിട്ടില്ലേ. അപ്പോൾ ഇത് സബ്ജക്റ്റ് അല്ല, ഓക്സിലറി ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇതിനെടുത്ത് മാറ്റാം അല്ലേ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വേർ എഴുതി. പിന്നെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഡ് യു ഗോ എന്നുള്ളത് ടോം ആണ്. അപ്പോൾ അത് ഹീ ആയിട്ട് വരും. ഹീ എഴുതി. ഇനി ഡിഡ് ഗോ ആണ് അല്ലേ. ഡിഡ് ഗോ എന്ന് പറഞ്ഞാൽ എന്താ? അത് പാസ്റ്റ് ടെൻസ് അല്ലേ. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റ്ലിക്ക് ആക്കുമ്പോൾ എന്തായിട്ട് വരണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് മാറണം അല്ലേ. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്നുള്ളത് അതിനേക്കാളും മുമ്പത്തെ ഫോമിലേക്ക് വരും. ഏതാ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാഡ് പ്ലസ് V3 അല്ലേ. ഹാഡ് പ്ലസ് V3. ഓപ്ഷൻസ് നോക്കിയേ, ഹാഡ് പ്ലസ് V3. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? വേർ ഹി ഹാഡ് ഗോൺ. മനസ്സിലായോ? ടോം ആസ് ദി സ്ട്രേഞ്ചർ വേർ ഹി ഹാഡ് ഗോൺ. ചിലപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെ വരാം കേട്ടോ, വേർ ഹാഡ് ഹി ഗോൺ എന്ന് പറഞ്ഞു കൊടുക്കാം. വേർ ഹാഡ് ഹി ഗോൺ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കിയില്ലെങ്കിൽ വേർ ഉണ്ട്. ഓക്കെ, പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇത് കൊണ്ടുപോയിട്ട് കുത്തരുത്. എപ്പോഴും ശ്രദ്ധിക്കുക, സബ്ജക്റ്റിന് ശേഷമേ എന്ത് വരുള്ളൂ? ഓക്സിലറി വെർബ് വരുള്ളൂ കേട്ടോ. ഹാഡ് വരുള്ളൂ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അടുത്ത ചോദ്യം, പ്രിയ സെഡ് ടു ഹിം വൈ ആർ യു വർക്കിംഗ് സോ ഹാർഡ്. ഓക്കെ, പ്രിയ സെഡ് ടു ഹിം വൈ ആർ യു വർക്കിംഗ് സോ ഹാർഡ്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാക്കുക? അപ്പോൾ പ്രിയ ആസ്ട്രീം, നമ്മുടെ 4 കേസുകളിലും പ്രിയ ആസ്ട്രീം ഉണ്ട്. വൈ അതുപോലെ തന്നെ എഴുതി അല്ലേ. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ഇതുപോലൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഫോം? എങ്ങനെയായിരിക്കും? സ്റ്റേറ്റ്മെൻറ്റ് ഫോം ആയിരിക്കണം. അപ്പോൾ അതിനകത്ത് ആദ്യം സബ്ജക്റ്റ് വരണം. അതിന് ശേഷം വേണം ഓക്സിലറി വെർബ് വരാൻ. അപ്പോൾ ഇവിടെ ഞാൻ നോക്കി, എല്ലായിടത്തും വൈ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു സബ്ജക്റ്റ് ആണ്. ഇവിടെ എന്താ വന്നിട്ടില്ല? വോസ് ആണ്. വോസ് എന്ന് പറഞ്ഞാൽ ഓക്സിലറിയാണ്. അപ്പോൾ ഓക്സിലറി ആദ്യം വരാൻ പാടില്ല എന്ന് നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇതിനെ നമുക്കെടുത്ത് മാറ്റാം. ഇത് തെറ്റായിരിക്കും എന്തായാലും. പിന്നെ ആർ യു വർക്കിംഗ്. ആർ യു വർക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്തായിട്ട് മാറും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് മാറും അല്ലേ. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് മാറും. അപ്പോൾ ആൻസർ എന്താ? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ വാസ് വർക്കിംഗ് ആണ്. അപ്പോൾ വൈ ഹി വാസ് വർക്കിംഗ് സോ ഹാർഡ്. ഇതാണ് നമ്മുടെ ആൻസർ. പ്രിയ ആസ്ക്ഡ് ഹിം വൈ ഹി വാസ് വർക്കിംഗ് സോ ഹാർഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷീ സെഡ് ടു ഹിം വൈ ഡോണ്ട് യു ഗോ ടുഡേ. സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ഈ ടുഡേ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ദാറ്റ് ഡേ ആയിട്ട് വരും അല്ലേ. ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ ആയിട്ട് മാറും. യെസ്റ്റർഡേ എന്നുള്ളത് പ്രീവിയസ് ഡേ ആവും. അപ്പോൾ 4 ഓപ്ഷൻസ് നോക്കിയതേ. ഇവിടെ ടുഡേ ആണ്, അപ്പോൾ ഇത് പറ്റില്ല. പിന്നെ ഇവിടെ ദാറ്റ് ഡേ, അപ്പോൾ നമുക്ക് പരിഗണിക്കാം. ഇവിടെ ടുഡേ, അപ്പോൾ ഇത് പറ്റില്ല. പിന്നെ ഇത് ദാറ്റ് ഡേ, അപ്പോൾ ഇതും പരിഗണിക്കാം. നീ എന്താ നോക്കണ്ടേ? ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ? വൈ ഡോണ്ട് യു ഗോ ടുഡേ, നീ എന്തുകൊണ്ട് ഇന്ന് പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള ആൻസർ അല്ല പറയുക. അപ്പോൾ അവിടെ ഇഫ് എന്നുള്ള കീവേഡ് നമുക്ക് ആവശ്യമില്ല അല്ലേ. ഇഫ് നമ്മൾ യൂസ് ചെയ്യണത് എപ്പോഴാണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൻ്റെ ഒപ്പമാണ്. ഇഫ് വെതറൊക്കെ യൂസ് ചെയ്യണം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ ഒപ്പം. അപ്പോൾ ഇവിടെ ഷീ ആസ്ക്ഡ് ഹിം ഇഫ് എന്നുള്ളത് നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഷീ ആസ്ക്ഡ് ഹിം വൈ ഹി ഡിഡ് നോട്ട് ഗോ ദാറ്റ് ഡേ. ഓക്കെ, ഇനി നമുക്കൊന്നും കൂടെ ശ്രദ്ധിക്കാം. വൈക്ക് ശേഷം എന്താ വന്നത്? സബ്ജക്റ്റ് വന്നു. നമ്മളെപ്പോഴും പറഞ്ഞു ഇൻഡയറക്റ്റ്ലിക്ക് ആക്കുമ്പോൾ സബ്ജക്റ്റ് വന്നതിന് ശേഷം മാത്രമേ ഓക്സിലറി വന്നിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. രവി വേർ ഇസ് മൈ ബുക്ക്. ഓക്കെ, ഇത് ഡയറക്റ്റ് സ്പീച്ച് ആണ്. ഇതിന് ഇൻഡയറക്റ്റ്ലിക്ക് ആക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുക? രവി ആസ്ഡ്. 4 കേസിലും ആസ്ഡ് വന്നു. വേർ ഇസ് മൈ ബുക്ക്. വേർ എല്ലായിടത്തും എഴുതി കേട്ടോ. അപ്പോൾ വേർ ഈ 4 കേസിലും ഉണ്ട്. ഓക്കെ, വേർ. ഇനി എന്താ വരണ്ടേ? ആദ്യം എന്താ വരണ്ടേ? എസ് ആണോ? ഓക്സിലറി ആണോ വരണ്ടേ? അല്ല. കാരണം ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ആദ്യം വരേണ്ടത് സബ്ജക്റ്റ്, അതിനുശേഷം വേണം ഓക്സിലറി വരാൻ. അപ്പോൾ ഇവിടെ ആദ്യം എന്താ വന്നിട്ടില്ല? ഇവിടെ ഓക്സിലറി ആണ് വന്നിട്ടുള്ളത് അല്ലേ, ഇസ്. അപ്പോൾ ഇത് പറ്റില്ല. വാസ്, ഇതും ഓക്സിലറിയാണ്, ഇത് പറ്റില്ല. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇതായിരിക്കും വരിക. വേർ ഇസ് മൈ ബുക്ക്, എസ് ആണ്. അപ്പോൾ ഇത് പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എങ്ങനെ വരണം? പാസ്റ്റ് ടെൻസ് ആക്കണം അല്ലേ. അപ്പോൾ ഇസ് എന്നുള്ളത് വാസ് ആവും. അപ്പോൾ ഇതിനകത്ത് ഏതാ ശരി? വാസ് ആണ് വരിക. അപ്പോൾ രവി ആസ്ക്ഡ് വേർ ഹിസ് ബുക്ക് വാസ് അല്ലേ. വേർ ഹിസ് ബുക്ക് വാസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഇസ് മൈ അംബ്രല്ല. ജോൺ ആസ്ക്ഡ് ഹിസ് മദർ. അപ്പോൾ ഇവിടെ നോക്കുക, ജോൺ ആസ്ക്ഡ് ഹിസ് മദർ. 4 കേസുകളിലും ജോൺ ആസ്ക്ഡ് ഹിസ് മദർ ആണ്. പിന്നെ വേർ അതേപോലെ തന്നെ എഴുതി. ഓക്കെ, വേർ എല്ലാ കേസുകളിലും ഉണ്ട്. അപ്പോൾ ഇവിടെ വരെ എല്ലായിടത്തും ഏതാണ്ട് ഒരേപോലെയാണ് കേട്ടോ. പിന്നെന്താ വരണ്ടേ? ഞാൻ പറഞ്ഞു WH ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആദ്യം എന്താ വരണ്ടേ? സബ്ജക്റ്റ്, അതിനുശേഷം ഓക്സിലറി വെർബ്. അപ്പോൾ ഇവിടെ ഹിസ് സബ്ജക്റ്റ് ആണ്. ഹിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിലറിയാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം.
ഇത് മാറ്റാം അല്ലേ, ഇതും ഓക്സിലറിയാ, ഇതും ഓക്സിലറിയാ, വോസ് ആദ്യം വന്നു അല്ലേ. അപ്പോൾ ഇസും വോസും ഒക്കെ ആദ്യം കയറി വന്നേക്കാം. അപ്പോൾ എന്തായാലും ഇത് മൂന്നും അല്ല നമ്മുടെ ആൻസർ ആയിട്ട് വരാം. ഇവിടെ നോക്കിക്കോ, വേർ വന്നു, പിന്നെന്താ വന്നിട്ടില്ല, സബ്ജക്റ്റ് വന്നു, അതിനുശേഷം വേണം ഓക്സിലറി വരാൻ. മനസ്സിലായോ? ഹിസ് അംബ്രല്ല, അതിനുശേഷം വേണം ഓക്സിലറി വെർബ് വരാൻ. അപ്പോൾ ആൻസർ എന്താണ്? ജോൺ ആസ്ക്ഡ് ഹിസ് മദർ വേർ ഹിസ് അംബ്രല്ല വാസ്. അപ്പോൾ ഇൻട്രോഗേറ്റീവിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 2 രീതിയിൽ വരാം. ഏതൊക്കെയാണ്? ഒന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻസ് വരാം അല്ലേ. യെസ് ഓർ നോ വരികയാണെങ്കിൽ നമ്മുടെ ഇൻഡയറക്റ്റ് സ്പീച്ചിനകത്ത് ഏതൊക്കെ വാക്കുണ്ടാവാം? ഇഫ് അല്ലെങ്കിൽ വെദർ ഉണ്ടാവും അല്ലേ. WH വരികയാണെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ശ്രദ്ധിക്കണേ, പല പ്രാവശ്യവും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ആദ്യം ഏതാ വരണ്ടേ? സബ്ജക്റ്റ് വരണം, അതിനുശേഷം മാത്രമേ ഓക്സിലറി വെർബ് വരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്തൊക്കെ ചേഞ്ചുകളാണ് വരണേന്നുള്ള കാര്യം പഠിപ്പിച്ചു. ഇംപെരേറ്റീവ് സെൻറ്റൻസിനകത്ത് എന്തൊക്കെയാണ് വരണേന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ടു കൂട്ടിയിട്ട് പറയുക. അതുപോലെ തന്നെ രണ്ടാമത്തെ വെർബിനകത്ത് തീർച്ചയായിട്ടും ടെൻസ് മാറ്റി പറയാന്നുള്ളതും പഠിച്ചു. അതുപോലെ തന്നെ ഇൻട്രോഗേറ്റീവിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരണേന്നുള്ള കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മളൊരു കോമ്പാക്ട് രീതിയിലാണ് ഈ ഒരു ക്ലാസ് എടുത്തിട്ടുള്ളത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഡെയിലി ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ പോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് നമ്മുടെ ചാനലിനെ കുറിച്ചൊക്കെ ഒന്ന് പറയുക. PSC പഠിക്കുന്ന ഏതെങ്കിലും ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.